everyone, welcome to Kids Area Online. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കുട്ടികളെ എളുപ്പത്തിൽ സ്പെല്ലിംഗ് ലേണിംഗ്, അതായത് സ്കൂളിൽ പോകുമ്പോൾ ടീച്ചേഴ്സ് പറയുമ്പോൾ സ്വന്തമായിട്ട് എഴുതുവാൻ കുട്ടികൾ പഠിക്കണം. അതിനായിട്ടുള്ള വർക്ക്ഷീറ്റാണ്. അതിൻ്റെ ഫസ്റ്റ് വർക്ക്ഷീറ്റാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഫോണിക്സ് എ ഫാമിലിയിൽ ഉൾപ്പെടുന്ന വേർഡ്സ് എങ്ങനെ സ്വന്തമായിട്ട് കുട്ടികൾക്ക് എഴുതാം എന്നതാണ് ഈ വർക്ക്ഷീറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വർക്ക്ഷീറ്റ് നമുക്ക് പരിചയപ്പെടാം. എ ടി ഫോണിക്സ് എ ടിയിൽ അവസാനിക്കുന്ന വാക്കുകളാണ്. ഇത് കളർ ചെയ്യുവാനുള്ളതാണ്. ബ ആറ്റ് ബാറ്റ്, ക ആറ്റ് കാറ്റ്. അതുപോലെ റീഡ് ചെയ്യുവാനുള്ളതാണ്. ഫസ്റ്റ് റീഡിംഗ് ആണ്. ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള കളർ നൽകാം, അതിനുശേഷം വായിക്കുവാനായി നൽകാം. ബ ആറ്റ് ബാറ്റ്, ബിയോട് അറ്റ് ചേരുമ്പോൾ ബാറ്റ്, സിയോട് അറ്റ് ചേരുമ്പോൾ കാറ്റ്, എഫിനോട് അറ്റ് ചേരുമ്പോൾ ഫാറ്റ്. ഇതാണ് ഒന്നാമത്തെ പേജിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രണ്ടാമത് വരുന്നത് റീഡ് ചെയ്ത് അത് മാച്ച് ചെയ്യുക. റീഡ് ചെയ്ത ശേഷം അതിൻ്റെ പിക്ചറുമായിട്ട് മാച്ച് ചെയ്യുവാനുള്ളതാണ്. നെക്സ്റ്റ് വരുന്നത് കളർ ദ ഫസ്റ്റ് ലെറ്റർ. പിക്ചർ നോക്കുക, അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണെന്ന് കണ്ടുപിടിച്ച് കളർ ചെയ്യുവാനുള്ള വർക്കാണ്. അറ്റ് എന്നതിൽ അവസാനിക്കുന്ന വേർഡ്സ് ആണ് ഫസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സർക്കിൾ ദ ലാസ്റ്റ് ടു ലെറ്റേഴ്സ്. ഹാറ്റ്, ഹാറ്റ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ടു ലെറ്റർ ഇ ടി ആണോ അല്ലെങ്കിൽ എ ടി ആണോ. അതുപോലെ ബാറ്റ്, എ ടി ആണോ യു ടി ആണോ. മാറ്റ്, ഒ ടി ആണോ എ ടി ആണോ. അതുപോലെ കണ്ടെത്തി സർക്കിൾ ചെയ്യാനുള്ളതാണ് ഈ വർക്ക്. നെക്സ്റ്റ് വർക്ക് കളർ ദ സ്പെല്ലിംഗ്. ഹാറ്റ്, ഹാറ്റിൻ്റെ സ്പെല്ലിംഗ് എച്ച് എന്നതിനോടൊപ്പം എ ടി ചേരുന്നതാണ്. ബി ആണോ എച്ച് ആണോ എന്ന് കണ്ടുപിടിക്കുക. എച്ച് ആണെങ്കിൽ എച്ച് കളർ ചെയ്യുക, എ കളർ ചെയ്യുക, നെക്സ്റ്റ് ടി കളർ ചെയ്യുക. എച്ച് എ ടി ഹാറ്റ്. സ്പെല്ലിംഗ് സ്വന്തമായിട്ട് തന്നെ കണ്ടുപിടിച്ച് കളർ ചെയ്യുവാനുള്ളതാണ് ഈ വർക്ക്. നെക്സ്റ്റ് വർക്ക് ഫൈൻഡ് ആൻഡ് സർക്കിൾ ദ വേർഡ്സ്. മാറ്റ്, മാറ്റ് ആണെങ്കിൽ മാറ്റ് എവിടാണെന്ന് കണ്ടെത്തി സർക്കിൾ ചെയ്യുക. ഇവിടെ റാറ്റ്, റാറ്റ് കണ്ടെത്തി സർക്കിൾ ചെയ്തിട്ടുണ്ട്. ആർ എ ടി റാറ്റ്. അതുപോലെ മാറ്റ്, ഫാറ്റ്, ഹാറ്റ്, കാറ്റ്, സാറ്റ്, ഇതെല്ലാം കണ്ടെത്തി സർക്കിൾ ചെയ്യുവാനുള്ള വർക്കാണ്. നെക്സ്റ്റ് റൈറ്റ് ദ സ്പെല്ലിംഗ്. ഇത്രയും ആകുമ്പോൾ കുട്ടി എ ടിയിൽ അവസാനിക്കുന്ന വാക്കുകൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. സ്വന്തമായിട്ട് സ്പെല്ലിംഗ് എഴുതുക. ഹാറ്റ്, ബാറ്റ്, മാറ്റ്, റാറ്റ്, കാറ്റ്, ഫാറ്റ്, സാറ്റ്. സ്വന്തമായിട്ട് അതിൻ്റെ സ്പെല്ലിംഗ് എഴുതുവാനുള്ള വർക്കാണ്. എ ടിയിൽ അവസാനിക്കുന്ന വർക്കാണ് ഇതുവരെ നമ്മൾ നോക്കിയത്. നെക്സ്റ്റ് വരുന്നത് എ എൻ ആൻ. സിയോട് ആൻ ചേരുമ്പോൾ ക്യാൻ, എമ്മിനോട് ആൻ ചേരുമ്പോൾ മാൻ, എഫിനോട് ആൻ ചേരുമ്പോൾ ഫാൻ. അതുപോലെ വായിക്കുവാനുള്ള വർക്കാണ്. അതിനുശേഷം മാച്ച് ചെയ്യണം. വായിക്കുക, വായിച്ച ശേഷം മാൻ, മാൻ ഏതാണെന്ന് കണ്ടെത്തുക, അതിലേക്ക് മാച്ച് ചെയ്യുക. ഫാൻ, ഫാൻ ഏതാണെന്ന് കണ്ടെത്തുക, മാച്ച് ചെയ്യുക. അതാണ് ഈ വർക്ക്. നെക്സ്റ്റ് വർക്ക് കളർ ദ ഫസ്റ്റ് ലെറ്റർ. പാൻ, പാൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ബി ആണോ ഡി ആണോ പി ആണോ ക്യൂ ആണോ കണ്ടെത്തി കളർ ചെയ്യുക. വാൻ, വാനിൻ്റെ ഫസ്റ്റ് ലെറ്റർ എഫ് ആണോ വി ആണോ സി ആണോ എൻ ആണോ എന്ന് കണ്ടെത്തി ഫസ്റ്റ് ലെറ്റർ വാൻ, വി കളർ ചെയ്യുക. ആ വർക്കാണ്. നെക്സ്റ്റ് വർക്ക് circle the last two letters.
പാൻ എന്ന് പറയുമ്പോൾ എ എൻ ആണോ ഇ എൻ ആണോ വരിക കണ്ടെത്തി സർക്കിൾ ചെയ്യുക. വാൻ വാൻ എന്ന് പറയുമ്പോൾ ഒ എൻ ആണോ എ എൻ ആണോ ലാസ്റ്റ് വരിക എന്നത് കണ്ടെത്തി സർക്കിൾ ചെയ്യുക. അങ്ങനെയുള്ള വർക്കാണ് നെക്സ്റ്റ് വരുന്നത്. നെക്സ്റ്റ് വർക്ക് നമ്മൾ 80 അതിൽ നോക്കിയതുപോലെ തന്നെയാണ്. കളർ ദ സ്പെല്ലിംഗ്. പാൻ PAN പി കളർ ചെയ്യുക, എ കളർ ചെയ്യുക, എൻ കളർ ചെയ്യുക. സ്പെല്ലിംഗ് സ്വന്തമായിട്ട് കണ്ടെത്തി സർക്കിൾ ചെയ്യുവാനുള്ളതാണ്. നെക്സ്റ്റ് വർക്ക് ഫൈൻഡ് ആൻഡ് സർക്കിൾ ദ വേർഡ്സ്. ക്യാൻ എവിടാണെന്ന് കണ്ടെത്തി സർക്കിൾ ചെയ്യുക. റാൻ കണ്ടെത്തി സർക്കിൾ ചെയ്തിട്ടുണ്ട്. ആ വർക്കാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നെക്സ്റ്റ് സ്വന്തമായിട്ട് സ്പെല്ലിംഗ് എഴുതുക. 4 ലൈൻസ് നൽകിയിട്ടുണ്ട്. പാൻ PAN പാൻ. അതുപോലെ സ്പെല്ലിംഗ് എഴുതുവാനുള്ള വർക്കാണ്. നെക്സ്റ്റ് വർക്ക് ATAN പഠിച്ചതുപോലെ AM ജയോട് ആം ചേരുമ്പോൾ ജാം. AM ആം. ജാം. ജയോട് ആം ചേരുമ്പോൾ ജാം. ഡിയോട് ആം ചേരുമ്പോൾ ഡാം. വൈയോട് ആം ചേരുമ്പോൾ യാം. അതുപോലെ വരുന്നതാണ് AR കാർ. സിയോട് ആർ ചേരുമ്പോൾ കാർ. അല്ലെങ്കിൽ ജയോട് ആർ ചേരുമ്പോൾ ജാർ. AM AR അതിൽ അവസാനിക്കുന്ന വർക്ക്സ് ആണ് ഇവിടെയുള്ളത്. ഇത് റീഡ് ചെയ്യുവാനുള്ളതാണ്, മനസ്സിലാക്കുവാനാണ്. ഏത് ലെറ്ററിനോട് ഏത് ചേരുമ്പോൾ എങ്ങനെയാണ് വരേണ്ടത് എന്ന് മനസ്സിലാക്കുന്നതാണ്. നമ്മൾ നോക്കിയതുപോലെ മാച്ചിങ് വർക്കാണ് നെക്സ്റ്റ് വരിക. അത് കഴിഞ്ഞ ശേഷം കളർ ദ ഫസ്റ്റ് ലെറ്റർ. ജാം എന്ന് പറയുമ്പോൾ ഇതിൽ ഏതാണ് വരിക എന്ന് K ആണോ G ആണോ J ആണോ L ആണോ എന്ന് കണ്ടെത്തി J കളർ ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് സർക്കിൾ ദ ലാസ്റ്റ് 2 ലെറ്റേഴ്സ്. ലാസ്റ്റ് ജാം എന്ന് പറയുമ്പോൾ AM ആണോ EM ആണോ വരിക. ജാർ എന്ന് പറയുമ്പോൾ OR ആണോ AR ആണോ വരിക. അങ്ങനെ ലാസ്റ്റ് 2 ലെറ്റേഴ്സ് കണ്ടെത്തി സർക്കിൾ ചെയ്യുവാനുള്ളതാണ്. നെക്സ്റ്റ് വരുന്നത് കളർ ദ സ്പെല്ലിംഗ് കളർ ചെയ്യുക. ജാം JAM കറക്റ്റ് സ്പെല്ലിംഗ് വരുന്ന കോളം കളർ ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് ഫൈൻഡ് ആൻഡ് സർക്കിൾ ദ വേർഡ് ആണ്. ഇവിടെ നൽകിയിട്ടുള്ള വേർഡ് കണ്ടുപിടിച്ച് സർക്കിൾ ചെയ്യുവാനുള്ളതാണ്. ചോക്ലേറ്റ് ബാർ എന്ന് പറയുമ്പോൾ BAR ബാർ. അതുപോലെ മറ്റുള്ള വേർഡ്സും കണ്ടെത്തി സർക്കിൾ ചെയ്യുക. റൈറ്റ് ദ സ്പെല്ലിംഗ് റൈറ്റ് ചെയ്യുക. സ്വന്തമായിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഇത്രയും വർക്ക് ചെയ്യുമ്പോൾ കുട്ടിക്ക് അറിയാമായിരിക്കും സ്പെല്ലിംഗ്. സ്വന്തമായിട്ട് എഴുതുക. ജാമാണോ ജാറാണോ എന്ന് കണ്ടെത്തി സ്വന്തമായിട്ട് എഴുതുവാനുള്ളതാണ്. നെക്സ്റ്റ് വരുന്നത് AP എന്നതിൽ അവസാനിക്കുന്ന വേർഡാണ്. AP ആപ്പ്. എമ്മിനോട് ആപ്പ് ചേരുമ്പോൾ മാപ്പ്. സിയോട് ആപ്പ് ചേരുമ്പോൾ ക്യാപ്പ്. എന്നിനോട് ആപ്പ് ചേരുമ്പോൾ നാപ്പ്. അതുപോലെ ADയിൽ അവസാനിക്കുന്ന വേർഡ്സ്. ഡിയോട് ആഡ് ചേരുമ്പോൾ ഡാഡ്. പിയോട് ആഡ് ചേരുമ്പോൾ പാഡ്. എസിനോട് ആഡ് ചേരുമ്പോൾ സാഡ്. റീഡ് ചെയ്യുവാനുള്ളതാണ്. നെക്സ്റ്റ് മാച്ചിങ് ആണ്. മാച്ചിങ് ക്യാപ്പ് എന്ന് പറയുമ്പോൾ ഇതിൽ ക്യാപ്പ് ഏതാണെന്ന് കണ്ടെത്തി മാച്ച് ചെയ്യുക. ക്യാപ്പ്. പാഡ് എന്ന് പറയുമ്പോൾ പാഡ് മാച്ച് ചെയ്യുക. ഇങ്ങനെ മാച്ചിങ് വർക്കാണ് ഇവിടെയുള്ളത്. കളർ ദ ഫസ്റ്റ് ലെറ്റർ കളർ ചെയ്യുക. ക്യാപ്പ് എന്ന് പറയുമ്പോൾ V ആണോ ഫസ്റ്റ് ലെറ്റർ, C ആണോ ഫസ്റ്റ് ലെറ്റർ, S ആണോ H ആണോ എന്ന് കണ്ടെത്തി സർക്കിൾ ചെയ്യുക.
അങ്ങനെയുള്ള വർക്കാണ് ഇവിടെ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് സർക്കിൾ ദ ലാസ്റ്റ് 2 letters. മാപ്പ് എന്ന് പറയുമ്പോൾ എ പി ആണോ വരിക, ഇ പി ആണോ വരിക കണ്ടെത്തി സർക്കിൾ ചെയ്യണം. ഡാഡ് എന്ന് പറയുമ്പോൾ യു ഡി ആണോ ലാസ്റ്റ് വരിക, അല്ലെങ്കിൽ എ ഡി ആണോ ലാസ്റ്റ് വരിക എന്നത് കണ്ടെത്തി സർക്കിൾ ചെയ്യുവാനുള്ളതാണ്. അങ്ങനെയുള്ള വർക്കാണ് ഈ പേജിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് സ്പെല്ലിംഗ് മനസ്സിലാക്കി കളർ ചെയ്യുക. ക്യാപ്പ് എന്ന് പറയുമ്പോൾ CAP കളർ ചെയ്യുക. ആ കോളം മാത്രം കളർ ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് ഫൈൻഡ് ആൻഡ് സർക്കിൾ ദ വേർഡ്സ് ഏതാണെന്ന് കണ്ടെത്തി സർക്കിൾ ചെയ്യുക. പിക്ചർ നോക്കുക, അതിൻ്റെ വേർഡ് ഇവിടെ നിന്നും കണ്ടെത്തി സർക്കിൾ ചെയ്യുക. പാഡ് എന്നതിൻ്റെ വേർഡ് ഇവിടെ സർക്കിൾ ചെയ്തിട്ടുണ്ട്. PAD പാഡ്. നെക്സ്റ്റ് വരുന്നത് സ്പെല്ലിംഗ് ആണ്. റൈറ്റ് ദ സ്പെല്ലിംഗ് എഴുതുക. ക്യാപ്പ്, മാപ്പ്, ഡാഡ്, സാഡ്, പാഡ്, ടാപ്പ്. ഇതിൻ്റെ സ്പെല്ലിംഗ് സ്വന്തമായിട്ട് മനസ്സിലാക്കി ഇവിടെ 4 lines നൽകിയിട്ടുണ്ട്, അതിനുള്ളിൽ എഴുതുവാനുള്ളതാണ്. നെക്സ്റ്റ് റിവിഷനാണ്. ഇതുവരെ പഠിച്ചതെല്ലാം വെച്ചിട്ട് കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണെന്ന് സർക്കിൾ ചെയ്യുക. ക്യാപ്പ് എന്ന് പറയുമ്പോൾ CAP ആണോ CUP ആണോ? അതുപോലെ ബാറ്റ് BAG ആണോ BAT ആണോ? പാൻ PEN ആണോ PAN ആണോ? ബാഗ് എന്ന് പറയുമ്പോൾ BAT ആണോ BAG ആണോ? ഇതുപോലെ കറക്റ്റ് സ്പെല്ലിംഗ് കണ്ടെത്തി സർക്കിൾ ചെയ്യാനുള്ള വർക്കാണ്. ലാസ്റ്റ് വർക്ക് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ പിക്ചേഴ്സിൽ നിന്നും എല്ലാ വേർഡ്സിൽ നിന്നുമുള്ള പിക്ചേഴ്സ് നൽകിയിട്ടുണ്ട്. കറക്റ്റ് സ്പെല്ലിംഗ് എഴുതുക. ക്യാപ്പ്, മാറ്റ്, ഡാഡ്, പാൻ, യാം. അതുപോലെ നൽകിയിട്ടുള്ള എല്ലാ കറക്റ്റ് വേർഡ് ഏതാണ്, ഈ പിക്ചറിൻ്റെ കറക്റ്റ് വേർഡ് സ്പെല്ലിംഗ് എഴുതുക എന്നുള്ളതാണ് ലാസ്റ്റ് വർക്കായിട്ട് വരുന്നത്. ഫോണിക്സിൻ്റെ എയുടെ വർക്കാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. AT, AP, AM, AR. ഇതുപോലെ എ വവൽ മിഡിലിൽ വരുന്ന വർക്കാണ് ഫസ്റ്റ് വർക്ക്ഷീറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് പഠിച്ചു കഴിയുമ്പോൾ കുട്ടിക്ക് സ്പെല്ലിംഗ് സ്വന്തമായിട്ട് എഴുതുവാനുള്ള ഒരു കഴിവുണ്ടാകും. നെക്സ്റ്റ് വർക്ക്ഷീറ്റിൽ നെക്സ്റ്റ് പാർട്ട് ഉൾപ്പെടുത്തുന്നുണ്ടാവും. ഈ വർക്ക്ഷീറ്റ് ചെയ്യുന്ന വീഡിയോ മറ്റൊരു ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ടാവും. ഏബിൾ വിത്ത് ചിൽഡ്രൻ എന്ന ചാനലിൽ ഇതിൻ്റെ വർക്ക് ചെയ്യുന്ന വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അത് നിങ്ങൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക. അപ്പോൾ കുട്ടികൾക്ക് സ്വന്തമായിട്ട് ചെയ്യുവാനായിട്ടുള്ള താല്പര്യം കൂടും. ഈ വർക്ക്ഷീറ്റ്സിൻ്റെ PDF നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ 25 rupees ആണ്. 25 rupees നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്ത് ഇത് മേടിക്കാവുന്നതാണ്. അതിനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൽ നൽകിയിട്ടുള്ള വെബ്സൈറ്റ് വഴിയോ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.